ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സൗമ്യ ഗോകുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ പറയുന്നത് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒന്നുമല്ല, എന്നാലും അത് ചെയ്യണം. ഞാനിവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാമറയ്ക്കകത്തൂടെ കാണുമോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങാം. ബാ, ആദ്യം തന്നെ ഞാൻ എടുക്കുന്ന പൗഡറാണ്. ഞാൻ ഇവിടെ നിടാം. അമ്മ അങ്ങനെ പൗഡർ എടുത്തു, നമുക്കത് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. ഞാൻ ചില വീഡിയോയ്ക്കകത്തിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ മറന്നൊക്കെ പോയി. അപ്പം ബാക്കി വന്നത് ഇങ്ങനെ അങ്ങോട്ട് അറിയാം. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാതെ. എൻ്റെ മുഖം മൊത്തം പൗഡർ കാരണം വെളുത്തു. എൻ്റെ പൊന്നേ, ഇതാണെങ്കിൽ തേച്ചിട്ടും പോകുന്നില്ല. ഇത് ശരിക്ക് തേക്കണം. പിന്നെ കണ്ണിലൊക്കെ കുറച്ച് പൗഡർ പോയി ഫ്രണ്ട്സ്. ഞാൻ എങ്ങനെയൊക്കെയോ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇടുന്നത് ഇതാണ്ട് ഐലൈനറാണ്. എന്തായാലും എനിക്ക് പൊട്ട് തൊടാനായിട്ട് കണ്ണാടി വേണം. ഈ ക്യാമറയ്ക്കകത്തിൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഈ ഐലൈനർ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് പൊട്ട് തൊടാവേ. അയ്യോ, പൊട്ട് തൊടാൻ പോണേ. എനിക്കാണെങ്കിൽ കയ്യും വിറയ്ക്കുന്നു ഫ്രണ്ട്സ്, തൊടാനും പറ്റുന്നില്ല. ഞാൻ പൊട്ട് തൊട്ടു. അയ്യോ, എന്തിയെ കുപ്പി. അങ്ങനെ ഞാൻ പൊട്ട് തൊട്ടേ. ഇനി ഞാൻ അടുത്തതായിട്ട് ഇടുന്നത് മൂക്കുത്തി പൊട്ടാണ്. ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ മൂക്കുത്തി പൊട്ട്. ഡ്രസ്സ് കൊള്ളത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവധി ഉള്ളപ്പോഴാണ് ഞാൻ നല്ല ഡ്രസ്സ് ഇടുക. അവധി ഇല്ലാത്തപ്പം ഞാൻ ചീത്ത ഡ്രസ്സാണ് ഇടുന്നത്. വെറുതെ ആ ഡ്രസ്സ് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചീത്ത ഡ്രസ്സാണ് ഇടുന്നത്. അയ്യോ, പന്നപ്പൊട്ട്. അയ്യോ, ബാണ്ട് പോയി. ഈ പൊട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, തൊടുന്നതിന് മുമ്പ് അത് പോവും കേട്ടോ. അയ്യോ, പടുത്തെടുക്കാം. പറ്റുന്നില്ലല്ലോ. എടുത്തു ഫ്രണ്ട്സ്. എനിക്കെന്നെ ചെയ്യുന്നു ഇതെടുക്കുമ്പോൾ. അയ്യോ, അടിപാളിയേ. അയ്യോ, എനിക്കെന്നെ എന്നെ കൊല്ലാൻ തോന്നുന്നു കേട്ടോ. ഈ പഞ്ഞ പൊട്ടിനെ ഞാൻ ഇത് ലാസ്റ്റ് ചാൻസ്. ഇതും കൂടെ പോയാൽ പിന്നെ ഞാൻ ഒട്ടിക്കത്തില്ല, പറഞ്ഞേക്കാം. ബെസ്റ്റ് എടുത്തില്ല, അതേ മുമ്പ് താഴെപ്പോയി. ഇതിനൊന്നും ഓട്ടമില്ല. ആ കടക്കാരൻ പറഞ്ഞ ശരിയ, ഇതേ ചിലതെടുത്താൽ ഒന്നും ഓട്ടത്തില്ലെന്ന്. ഇവിടെ അല്ലല്ലോ, കുറച്ച് മേളിൽ. എങ്ങനെയുണ്ട് എനിക്ക് മനസ്സിലായെന്നറിയാം, വെറുതെ ചോദിച്ച. ഇവിടെ വെളിച്ചില്ല, ഒന്നും തോന്നില്ലേ ഫ്രണ്ട്സ്? വെളിച്ചമില്ലാത്ത ദൈവം ഇത് പോവല്ലേ.
ഇനി ഞാൻ ഇടുന്നത് ലിബാമാണ്. ലിബം സോറി തിരിഞ്ഞു പോയി. ഇതാണ് ഞാൻ ഇടുന്നത്. അയ്യമ്മ അങ്ങനെ ഞാൻ ലിബാം ഇട്ടു. ഈ ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ എനിക്ക് കണ്ണാടി വേണം. ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ കയ്യിലേ ലിപ്സ്റ്റിക് എടുത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ എടുത്തൊന്നുമില്ല. ഞാൻ കയ്യിലെടുത്തിട്ട് എടുത്തോളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. റെഡ് കളറാണ്. ഇവിടെ ഇട്ടാൽ ഇത് കാണത്തില്ലല്ലേ. ഞാൻ അടുത്ത ദിവസമായിട്ട് ഞാൻ വേറെ ഒരു നല്ല റെഡി വിത്ത് മീ ചെയ്യാതെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഈ കണ്ണാടി ഒരു ബാക്കിൽ ഒന്നും ഓർക്കണ്ട, കാരണം ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അറിയാം എനിക്കൊരു അബദ്ധം പറ്റിയത്. കൺമഷിയുടെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചേന്നേ ഉള്ളൂ. കൺമഷി അടച്ചു വയ്ക്കാൻ മറന്നും പോയി. ശോ, എന്താ ചെയ്യാനാ, അങ്ങനെ പറ്റിയതാണ്, വേറൊന്നും തോന്നല്ലേ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് മുഖത്തെ കുറേയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്പ്രേ അടിക്കാം. കുപ്പിച്ചിൽ സ്പ്രേ ആണേ ഉള്ളൂ. അയ്യോ അയ്യോ വന്നു. അയ്യോ ഷെടാ പന്നം, ഞാൻ ഒന്നും പറയുന്നില്ല, പറയാൻ കുടിപ്പോ. വന്നു ഇവിടെ 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 അയ്യാ ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഞാൻ സ്പ്രേ അടിച്ചു. ഇനിയും നമുക്ക് വാച്ച് ഇടാവേ. ഈ വാച്ച് മൊത്തം പൊടി പിടിച്ചിരിക്കുക. പൗഡറൊന്നും പൊടി പിടിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ വാച്ചിടാൻ കുറച്ച് പാടാണ്. ഞാനിപ്പോൾ ട്യൂഷന് പോകാൻ റെഡി ആവുകയാണ്, അതുകൊണ്ടാണ്. എനിക്ക് ഇന്ന് വേറൊരു ട്യൂഷൻ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് ട്യൂഷനുള്ളൂ, അതും ഒരു 6 മണി തൊട്ട് 7 മണി വരെ. ഇപ്പം 6 മണിയൊക്കെ ആയി. അയ്യപ്പ, ഒരു ട്യൂഷന് പോകാനാണ് ഇത്രയും തിരക്കും. ഓക്കെ, അങ്ങനെ ഞാൻ വാച്ച് ഇട്ടു. ഇനി നമ്മുടെ കയ്യിലിരുന്ന് ബ്രേസ്ലെറ്റ് ഇടാവേ. ഇതാണ്ട് വെച്ചു ഡസ്റ്റ് കയ്യ മൊത്തം കൺമഷിയായി. അയ്യോ അമ്മേ, ഇതെങ്ങനെ കുറച്ച് കളയാൻ ദൈവം തമ്പുരാനറിയാം. എനിക്ക് എന്തോരം പുല്ലാപ്പാണ് ഈ വരുന്നത്. ഐഡിയ എണ്ണ. അയ്യോ, അങ്ങനെ എണ്ണ കുറച്ച് കയ്യെടുത്ത് വെച്ചേ. ഓക്കെ, ഇനി ഇതൊന്ന് തുടയ്ക്കണം. നമുക്ക് അങ്ങനെ 2 കൈയും തുടച്ച് വൃത്തിയാക്കി. അമ്മച്ചി, അങ്ങനെ 2 കൈയും വൃത്തിയാക്കി. ഇനിയും ദാണ്ട് ഈ വൃത്തിയായിട്ട സാധനത്തിൽ ഞാൻ കൊല്ലും. ഇനി നമുക്ക് മുടി ചെയ്യാം. എന്ത് അയ്യോ ചീറ്റില്ലേ. എവിടെ പോയി വിളിച്ചിരിക്കുവോ? നമ്മൾ നാട്ടൊന്നും കളിക്കുമോ? റെയിലെടുക്കുവോ? ഈ പറഞ്ഞ സാധനത്തിൽ ഒളിച്ചിരിക്കാൻ കണ്ട സമയം അല്ലേ ഫ്രണ്ട്സ്? ഒളിച്ചിരിക്കാൻ പറ്റിയ സമയമല്ലേ ഇത്? നോക്കാം. എൻ്റെ
ചീപ്പൊന്നും ഇല്ല. തൽക്കാലം നമുക്ക് കിഴിച്ചിരിക്കാം. ഞാനെന്ത് ചെയ്യാനാ? ആ, അപ്പോഴാണ് ചീപ്പ് കിട്ടിയത്. എൻ്റെ മുമ്പിൽ തന്നെ ചീപ്പുണ്ടായിരുന്നു. ഈ ചീപ്പ് കൊണ്ട് ചീക്കാൻ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് കുരുങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ചീകി കഴിഞ്ഞു. ഇനി ഞാൻ ഹെയർ ബാൻഡ് വയ്ക്കുകയാണേ. ഇനി നമുക്ക് മാലയിടാം. മാലയിട സോറി മറന്നുപോയി. എന്നിട്ട് നമുക്ക് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടാവേ. ആദ്യം ഇങ്ങനെ ഇട്ടുക, ഇങ്ങനെ പിടിക്കുക, മുടി എടുക്കുക. എൻ്റെ അമ്മേ, അയ്യോ, എൻ്റെ മുടിക്ക് ഉള്ളുണ്ട് കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. ഇതാണ്ട് പിന്നെയും വാച്ചിന് സൂക്കേട് തുടങ്ങി ഫ്രണ്ട്സ്. ചേട്ടാ ഈ പന്നമാല, അമ്മേ, അയ്യോ, ആണ്ട് പോയി. ശരിയായി. മാല ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് നമുക്ക് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാം. എന്നിട്ട് ഈ ഹെയർ ബാൻഡ് എടുത്തിട്ട് ആ ബ്രസ്റ്റ് മുടി വീണ്ടും. ഞാനിതൊക്കെ എന്തോന്നൊക്കെയാണോ കാണിക്കുന്നത്, എനിക്ക് തന്നെ അറിയത്തില്ല. പന്ന വാച്ച അവിടെ അടങ്ങി നിന്നോണം, അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കാമട്ടായിട്ട് ഞാൻ പൊട്ടിക്കും. അല്ല, മൂക്കിനകത്ത് പട്ടയുണ്ടോ ഫ്രണ്ട്സ്? എനിക്കൊരു ഡൗട്ട്. ഞാൻ നാട്ടുകാർ പറയുന്നതായിട്ട് എന്ത് പറയും, വേറെ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീകി സെറ്റായി. ആ ബെസ്റ്റ് കാണ്ട് കൂടെ ഒരു പ്രശ്നമുണ്ടായി. ഫ്രണ്ട്സ്, ഈ ഹെയർ ബാൻഡ് കുറച്ച് സൂക്കേട് കൂടുതലാണ് കേട്ടോ. നമ്മളാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നും വിചാരിക്കില്ലേ. ഓക്കെ, മൂത്രമൊക്കെ നേരെ ഇട്ടു. ഇനി എന്താ ഇടാനുള്ളത്? ലിപ്സ്റ്റിക്ക് മൊത്തം പോയായിരുന്നു. ഇച്ചിരി ഇടാം. കുറച്ച് ബ്രഷും കൂടി ഇട്ടേക്കാം. ഞാൻ ഇടയിൽ കഴിഞ്ഞുള്ള കോക്രികളാണ് ഞാൻ ഈ കാണിക്കുന്നത്. സോറി ഫ്രണ്ട്സ്, എനിക്കത് ശീലമായി. അയ്യോ തേക്കാൻ പറ്റുന്നില്ല, വൃത്തിയായിട്ട സാധനം. അത് ഞാനിത് തിരിഞ്ഞിരിക്കും, ഞാൻ ഇങ്ങനെ നിന്നാ പോരെ. ഇവിടെ കണ്ണാടി പറഞ്ഞ പോലെ മനസ്സിലായി. അല്ല, എൻ്റെ കയ്യിൽ വേറൊരു കണ്ണാടിയും കൂടെ ഉണ്ട് പറഞ്ഞ പോലെ. ഞാൻ എന്തിനാ അങ്ങോട്ടും നോക്കുന്നു, ഇങ്ങോട്ട് നോക്കും എന്നെ. ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ്, കണ്ണാടിയുടെ കോലാണേ. ഇപ്പം അത് കൂടുതലായി കണ്ടോ. ഞാൻ പുതിയ കണ്ണാടി പഠിക്കാൻ കളിക്കണം. അയ്യോ, നിങ്ങൾ നോക്കേ. അപ്പം ഇതാണ്. അയ്യോ, അത് എൻ്റെ ലുക്കിലല്ലോ കാണുന്നത്. നോക്കേ, ഇതെന്നാ ഇവിടെ കാണുന്നേ? പന്നത്താനെ താനന്തം താനേ കണ്ടോ ഫ്രണ്ട്സ്, ഫോണിലിരിക്കുന്ന കോലാണ്. എത്ര തേച്ചിട്ടും പോവാത്ത എൻ്റെ കുഴപ്പമല്ല. ഇപ്പം എന്ത് ചെയ്യും? അയ്യേ, സൗണ്ട് ഇട്ടേക്കാന്നെ. എൻ്റെ കാലത്തിന് സൗണ്ട് ഇല്ല, ഞാൻ എന്താ ചെയ്യാനാ? എന്തോ കേട് പ്രശ്നമാണേ. സോറി ഫ്രണ്ട്സ്, ഞാൻ അങ്ങോട്ട് പോയേനെ.
അപ്പം ഞാൻ ചുണ്ട് ശരിയാക്കിയാണ്. മിക്കവാറും ഇതിന് ടിഷ്യൂ പേപ്പർ തന്നെ വേണം. ബ്ലഷ് 2 ആയിരുന്നല്ലോ, അതല്ലായിരുന്നല്ലോ. അയ്യോ സമയം പോയി. കുറേ കോക്കറിയൊക്കെ കണ്ടിച്ചിട്ട് പോവാം. നമുക്ക് മൂക്കിലേയും കൂടെ ഒന്ന് തുടച്ചിട്ട്, ഞാൻ ഐലൈനർ എടുത്തില്ല. നമ്മുടെ മുടിയുടെ സ്റ്റൈലും കൂടെ ഇട്ട് കൊടുക്കാവേ. പന്ന മുടി ഇരിക്കുന്നില്ല. ഈ മുടിക്ക് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല, അല്ല ഈ സൈഡ് മുടിക്ക് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.